അപ്പോൾ ഗൈസ്, ഹൈദരാബാദിൻ്റെ ചരിത്രത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു അത്ഭുത കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ചാർമിനാറും ഗോൽക്കൊണ്ട ഫോർട്ടും കഴിഞ്ഞാൽ ഹൈദരാബാദിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട, എന്നാൽ പലരും വിട്ടുപോകുന്ന ഒരു ചരിത്ര സ്മാരകമാണ് സെവൻ ടോംബ്സ് അഥവാ കുത്തുബ് ഷാഹി ശ്മശാന സമുച്ചയം. ആദ്യം തന്നെ ഇതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ പറയാം. ഹൈദരാബാദിലെ വിഖ്യാതമായ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ബഞ്ചാര ദർവാസയിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഹെറിറ്റേജ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം ബാഗ് എന്ന വിശാലമായ തോട്ടത്തിലാണ് 106 ഏക്കറിലായി ഈ സ്മാരകങ്ങൾ പരന്നു കിടക്കുന്നത്. ഗോൽക്കൊണ്ട ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലമാണിത്. ഇനി ഇതിൻ്റെ കൃത്യമായ ചരിത്രത്തിലേക്ക് വരാം. നുണക്കഥകളോ ആർട്ടിഫിഷ്യലായ കാര്യങ്ങളോ ഇല്ലാതെ ചരിത്രം പരിശോധിച്ചാൽ AD 1518 മുതൽ 1687 വരെ നീണ്ട 169 വർഷം ഗോൽക്കൊണ്ട ഭരിച്ച കുത്തുബ് ഷാഹി രാജവംശത്തിൻ്റെ ഔദ്യോഗിക ശ്മശാനമാണിത്. പേര് സെവൻ ടോംബ്സ് അഥവാ 7 കല്ലറകൾ എന്നാണെങ്കിലും ഈ കോംപ്ലക്സിനകത്ത് ചെറുതും വലുതുമായ 100-ലധികം സ്മാരകങ്ങളുണ്ട്. ഈ വംശത്തിലെ 8 രാജാക്കന്മാരിൽ 7 പേരെയും അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അവസാനത്തെ രാജാവായിരുന്ന അബുൽ ഹസൻ താനാ ഷായെ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് തടവിലാക്കി ഔറംഗാബാദിലെ ദൗലത്താബാദിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കല്ലറ മാത്രം ഇവിടെയില്ല. ബാക്കി 7 സുൽത്താൻമാരും അവരുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട കമാൻഡർമാരും ഇവിടുത്തെ മണ്ണിലാണ് ഉറങ്ങുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടുത്തെ നിർമ്മാണ ശൈലി വളരെ സവിശേഷമാണ്. പേർഷ്യൻ പത്താൻ കൂടാതെ ഇന്ത്യൻ വാസ്തുവിദ്യകൾ ഒത്തുചേരുന്ന ഒരു ഇൻഡോ ഇസ്ലാമിക് ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കല്ലറയ്ക്കും താഴെ ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമും അതിനു മുകളിൽ വലിയൊരു താഴികക്കുടവും കാണാം. ഒരു കാലത്ത് ഈ താഴികക്കുടങ്ങളിൽ നീലയും പച്ചയും കലർന്ന തിളങ്ങുന്ന ടൈലുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കവിടെ കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ കല്ലറ ഹൈദരാബാദ് നഗരം സ്ഥാപിച്ച മുഹമ്മദ് കുലി കുത്തുബ് ഷായുടേതാണ്. ഏകദേശം 42.5 മീറ്റർ ഉയരമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്മാരകത്തിന്. വെറും കല്ലറകൾ മാത്രമല്ല ഇവിടെയുള്ളത്. രാജകുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി നിർമ്മിച്ച പള്ളികൾ, രാജാക്കന്മാരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് ആചാരപരമായി കുളിപ്പിക്കുന്നതിനായി ഉണ്ടാക്കിയ പേർഷ്യൻ ശൈലിയിലുള്ള ഹമാം അഥവാ ബാത്ത് ഹൗസ് എന്നിവയും ഇവിടെ കാണാം. ഇന്ത്യയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരുന്ന ഹമാം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഈ വലിയ തോട്ടം നനയ്ക്കുന്നതിനായി വലിയ പടിക്കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാഡി ബാവോലി. അടുത്ത കാലത്തായി ആഗാ ഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചറിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഈ പൈതൃക കേന്ദ്രത്തെ ഇന്നത്തെ മനോഹരമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത്. ആയിരത്തി 1687 ഔറംഗസേബ് ഗോൽക്കൊണ്ട ആക്രമിച്ചപ്പോൾ മുഗൾ സൈന്യം ഈ കല്ലറകളെ തങ്ങളുടെ സൈനിക താവളമാക്കുകയും ഇവിടുത്തെ സ്വർണവും വെള്ളിയും ആഭരണങ്ങളും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് തകർച്ചയിലായ ഈ പുണ്യഭൂമിയെ 19-ാം നൂറ്റാണ്ടിൽ സാലാർ ജംഗ് മൂന്നാമനാണ് വീണ്ടും നവീകരിച്ചത്. വെള്ളിയാഴ്ചകളിൽ ഈ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ നിങ്ങൾക്കും ഇവിടെ സന്ദർശിക്കാം. വെറും 10 രൂപ മാത്രമാണ് എൻട്രി ഫീസായിട്ട് വരുന്നത്. ഹൈദരാബാദിൻ്റെ യഥാർത്ഥ ചരിത്രവും ശാന്തതയും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗോൽക്കൊണ്ടയ്ക്കൊപ്പം തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ സെവൻ ടോംബ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.